ഹായ്, ഞാൻ ലിയോ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലായാലും ജീവിതത്തിലായാലും വിജയിക്കണമെങ്കിൽ എന്ത് വേണം? സ്ഥിരത എന്നുള്ള പ്രവൃത്തി. അപ്പം നിരന്തരം ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ മാത്രമാണ് അതിൽ നമ്മൾ എക്സ്പേർട്ട് ആവുള്ളൂ. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, കമ്പനീനെ പരിചയപ്പെടുത്തുന്നു, കാര്യങ്ങൾ പറയുന്നു മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന ഒരു പുതിയ വ്യക്തി എന്താണ് ആദ്യം ചെയ്യുന്നത്? എനിക്ക് നാളെ തന്നെ അതിൻ്റെ മാക്സിമം റിട്ടേൺ കിട്ടണം എന്നാണ് അവൻ്റെ ഒരു ഇത്. ബാക്കി ഒരു ഫീൽഡിലും ആ ഒരു കാര്യം നമ്മൾ പറയുകയില്ല. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോൾ നേരെ തലതിരിച്ചാണ്. വരുന്ന അന്ന് മുതൽ എനിക്ക് അതിൻ്റെ അകത്ത് നിന്ന് മാക്സിമം റിട്ടേൺ കിട്ടണം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു എടുത്തുചാട്ടം എന്ന് പറയാം. അങ്ങനത്തെ ഒരു കാര്യമാണ്. അപ്പം ഒരു ട്രേഡർ ആണെങ്കിലും, ഒരു ഷോർട്ട് ടൈം ട്രേഡർ ആണെങ്കിലും, ഒരു ഇൻവെസ്റ്റർ ആണെങ്കിലും ആദ്യം തന്നെ വേണ്ട കാര്യം തന്നെ നമ്മൾ ആ ഒരു നിൽക്കുന്ന ഫീൽഡിനെ പറ്റി പഠിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ഒരു ഉദാഹരണം നോക്കി എന്താ വേണ്ടേ? നമ്മൾ പഠിച്ചിറങ്ങുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് പഠിച്ച് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ പഠിച്ചിറങ്ങിക്കഴിയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരെ പോയിട്ട് എക്സ്പേർട്ടായിട്ട് ജോലി ചെയ്യുകയല്ല ചെയ്യുന്നത്. നേരെ എന്ത് ചെയ്യുന്നത്? ആദ്യം തന്നെ ആയിട്ട് ട്രെയിനിങ് എടുക്കും. ട്രെയിനിങ് കാലത്ത് ഒരുപാട് തെറ്റുകൾ പറ്റി ആ തെറ്റുകളൊക്കെ തിരുത്തി ഒരു എക്സ്പേർട്ടായി മാറിക്കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അകത്തൊരു എക്സ്പേർട്ടായിട്ട് ജോലി ചെയ്യുന്നത്. ആ എക്സ്പേർട്ടായിട്ടുള്ള കാലഘട്ടത്തിലും തെറ്റ് വരികയില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. ആ കാലഘട്ടത്തിലും തെറ്റ് വരാം. പക്ഷേ അതിനെ മറികടന്ന് ആ തെറ്റ് തിരുത്തിയിട്ട് മുന്നേറുന്നവനാണ് ജീവിതത്തിലായാലും ഏത് ഫീൽഡിലായാലും വിജയിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമുക്ക് നോക്കാവുന്ന ഒരു കേസാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്ററായിട്ട് വാരൻ ബഫറ്റ്. തീരെ ചെറിയ കാലം മുതൽ വന്നിട്ട് അതിൻ്റെ അകത്തു നിന്ന് തെറ്റുകൾ തിരുത്തി ഒരു മികച്ച ഒരു ആളായിട്ട് ഇന്നറിയപ്പെടുന്നത് എന്താണ്? ആ തെറ്റുകൾ തിരുത്തി നിരന്തരം മുന്നേറിക്കഴിഞ്ഞപ്പോഴാണ്. ഇതിൻ്റെ ഇടയിൽ വന്ന തെറ്റുകളൊക്കെ പറ്റി ഞാനത് മതിയാക്കുവാന്നും പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു മികച്ച താരം, മികച്ചൊരു ഇൻവെസ്റ്റർ ഇന്ന് ഉണ്ടാവുമോ? ഇല്ല. പിന്നെ നമുക്ക് സ്പോർട്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഈ ടെണ്ടുൽക്കർ ക്രിക്കറ്റിലേക്ക് വരുന്നത് എപ്പോഴാണ്? 20 വയസ്സിന് താഴെയാണ്. ഈ കാലഘട്ടത്തിലൊക്കെ എല്ലാ മത്സരങ്ങളിലും സെഞ്ചുറിയും ഡബിൾ സെഞ്ചുറിയൊക്കെ അടിച്ചിട്ടാണോ ഇത്ര വലിയ ക്രിക്കറ്ററായത്? അല്ല. അതിൻ്റെ ഇടയിൽ തെറ്റ് പറ്റുന്നുണ്ട്. ഇടയ്ക്ക് 50 റൺസിന് താഴെ പോകുന്നുണ്ട്, ചിലപ്പം റൺസ് ഒന്നും എടുക്കാൻ പറ്റാണ്ട് വരുന്നുണ്ട്. അപ്പം ചില കാലഘട്ടത്തിൽ അണ്ടർ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്താ വേണ്ടത്? ഇവരൊക്കെ തെറ്റ് തിരുത്തിയിട്ടാണ് മുന്നേറുക. അത് ഏത് ഫീൽഡായാലും നമുക്ക് മാത്രം ഒരു നീണ്ട കാലഘട്ടത്തിലേക്ക് ഒരേ കാര്യങ്ങൾ നിരന്തരം ചെയ്ത് അതിൻ്റെ തെറ്റ് തിരുത്തുന്നതിന് മാത്രമാണ് ഏത് ഫീൽഡിലായാലും വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ തെറ്റ് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കാം. അപ്പം നമ്മുടെ എല്ലാവരുടെയും മൊബൈലിൽ കിട്ടുന്നൊരു സംഭവം ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു സ്റ്റോക്കിൻ്റെ പേരടിച്ചു കൊടുത്ത് ഇതുപോലെ ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ചാർട്ട് നമുക്ക് ഗൂഗിളിൽ ലഭിക്കും. അപ്പോൾ അതിൻ്റെ മാക്സിമം ചാർട്ട് പാറ്റേൺ ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റമുള്ളതായിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ ഇടയിൽ തന്നെ അണ്ടർ പെർഫോം ചെയ്യുന്ന കാലഘട്ടത്തിൽ നമുക്ക് അതിൻ്റെ അകത്തൊരു ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസും അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് എന്തുകൊണ്ടാണ് ഇടിയുന്നതെന്നൊക്കെ മനസ്സിലാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നല്ല ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറാൻ പറ്റും എന്നുള്ളതാണ്. അല്ലാണ്ട് എന്നാ വെച്ചാൽ ഒരു സ്റ്റോക്ക് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് പോണേ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു കാര്യങ്ങളൊക്കെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാലൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ നമ്മൾ നോക്കി ഈ യെസ് ബാങ്ക് യെസ് ബാങ്കിൻ്റെ ചാർട്ട് നോക്കി 400 രൂപയുടെ അടുത്ത് വരെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റോക്കാണ്. അതിൻ്റെ ഫണ്ടമെൻ്റൽ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേനും എന്താ സംഭവിച്ചത്? ആ സ്റ്റോക്ക് നേരെ 2 അക്ക സംഖ്യയിലേക്ക് വന്നു. അപ്പം ഈ ഒരു സ്റ്റോക്ക്
നീണ്ട കാലത്ത് ഇനി എന്ന് ഇതുപോലെ തിരിച്ച് 400 രൂപയിലേക്ക് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഒരു നീണ്ട കാലഘട്ടത്തിലേക്ക് കൺസോളിഡേഷനിലേക്ക് പോയേക്കാം. അത് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ആ ഒരു പ്രവൃത്തി എന്ന് മുതലാണ് തിരിച്ചു വരുന്നത്. അതുപോലെ നീണ്ട കാലത്തേക്ക് ഒരു കൺസോളിഡേഷനിലേക്ക് പോയ ഒരു സ്റ്റോക്കാണ് സുസിലോ. ഇത് ഇനിയും തിരിച്ചു വരുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതിൻ്റെ ആ ഒരു ഇപ്പോൾ 2009 മുതൽ ഈ രണ്ടക്ക സംഖ്യയിൽ വന്ന് കിടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എത്രയാ? ഇതിൻ്റെ ഇടയിൽ 10 രൂപ, ഇവിടെയൊക്കെ 10 രൂപയുടെ താഴെ വന്നിട്ടുണ്ട്. ആ 10 രൂപയിൽ നിന്ന് വീണ്ടും 30 രൂപയുടെ അടുത്ത് വന്നിട്ട് വീണ്ടും അത് തിരിച്ച് 10 രൂപ ഏരിയയിലേക്ക് വന്നു, വീണ്ടും തിരിച്ച് 30 രൂപ ഏരിയയിലേക്ക് വന്നു. അങ്ങനെ പല കാലഘട്ടത്തിലും തിരിച്ചു വരവും ശ്രമിച്ചിട്ട് തിരിച്ചു വരവ് നടക്കാണ്ട് തിരിച്ച് വീണ്ടും താഴത്തേക്ക്. അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റോക്കുകൾ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ നോക്കി ഈ അപ്പോളോ ഹോസ്പിറ്റൽ നോക്കി, മാക്സിമം ചാർട്ട് പാറ്റേണിൽ നോക്കി 49,800% മുകളിലാണ് റിട്ടേൺ നൽകിയേക്കണേ. അപ്പോൾ ഇതിൻ്റെ അകത്തും ഇടയ്ക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാ സംഭവിച്ചേക്കണേ, ഈ കാലഘട്ടത്തിൽ അവരുടെ സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടായില്ല. ആ ഒരു കാലഘട്ടത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ അണ്ടർ പെർഫോമിങ് വന്നപ്പോൾ ആ ഒരു പെർഫോമൻസ് കാരണമായിരിക്കും അതിൻ്റെ ഒരു ഇത് തന്നെ. അപ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റലിന് വേറെ കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല. എന്ന് എന്ത് ചെയ്യണം? നമ്മൾ സ്വന്തമായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് സ്ഥിരമായിട്ട് നല്ല പ്രോഫിറ്റ് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് തെറ്റ് പറ്റാം. അപ്പം ഇങ്ങനെയുള്ള ഇപ്പോൾ നമ്മളൊരു ഫണ്ടമെൻ്റലി സ്ട്രോങ് അല്ലാത്തൊരു സ്റ്റോക്കിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഈ നിഫ്റ്റിയൊക്കെ ഇപ്പം നോക്കിയേ, ഏറ്റവും നല്ല ഉയരത്തിൽ നിൽക്കുന്ന 52 വീക്ക് ഹൈയുടെ അടുത്ത് നിൽക്കുന്ന ഇതാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാലഘട്ടത്തിൽ എല്ലാ സ്റ്റോക്കും തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കാലഘട്ടമാണ്. ഇതുപോലെയുള്ള കാലഘട്ടത്തിൽ എന്ത് ചെയ്യണം? നമുക്ക് തെറ്റ് പറ്റിയേക്കുന്ന സ്റ്റോക്കുകൾ ഒഴിവാക്കിയിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് കയറ്റമുള്ള ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കിലേക്ക് മാറുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു നല്ല സ്റ്റോക്ക് നല്ലൊരു ഇതിലേക്ക്, അപ്പം ഈ സ്റ്റോക്കിലേക്ക് ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയുള്ളവർ എന്ത് ചെയ്യണം? അവർ നേരെ എങ്ങോട്ട് പോകണം? ഈ നിഫ്റ്റി ബീസ്, മ്യൂച്വൽ ഫണ്ട് അങ്ങനെയുള്ളതിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിലേക്ക് ഇറങ്ങാണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ചതിയാണ്, അതിൻ്റെ അകത്ത് കാശ് നഷ്ടപ്പെടുകയുള്ളൂ എന്ന് മാത്രമുള്ളതല്ല. ഇപ്പോൾ ഈ നിഫ്റ്റിക്ക് എത്ര ശതമാനം മാക്സിമം റിട്ടേൺ വന്നേക്കുന്നത്? 2418%. ഏകദേശം അതേ പെർസെൻറ്റേജ് തന്നെ 2200%-ന് മുകളിൽ തന്നെ റിട്ടേൺ ചെയ്ത നിഫ്റ്റി ബീസിൽ ലഭിച്ചിട്ടുണ്ട്. നിഫ്റ്റിയുടെ അതേ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളൊരു ഇത് തന്നെ അതേ ചാർട്ട് തന്നെ ഇതിൻ്റെ അകത്തും വന്നേക്കുന്നത്. അപ്പം നിഫ്റ്റി എങ്ങനെ പോകണോ അതുപോലെ തന്നെയാണ് നിഫ്റ്റി ബീസും പോണത്. അപ്പം നിഫ്റ്റി ബീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളവർ എന്ത് ചെയ്യണം? മ്യൂച്വൽ ഫണ്ടിലേക്ക്. അപ്പം ഇൻഡയറക്റ്റായിട്ട് ഈ ഫീൽഡിലേക്ക് വരിക എന്നുള്ളത്. അപ്പം നമുക്ക് ആ ഒരു നിഫ്റ്റി ഷെയർ മാർക്കറ്റിലേക്ക് ഡയറക്റ്റായിട്ട് നടത്തുന്ന ആ ഒരു ഔട്ട് പെർഫോമൻസും അണ്ടർ പെർഫോമൻസിനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അതിനൊരു പ്രത്യേക എക്സ്പേർട്ടുകൾ അവിടെ ഉണ്ടാവും. ആ എക്സ്പേർട്ടുകൾ കൈകാര്യം ചെയ്തോളൂ എന്നുള്ള. അപ്പം നമുക്ക് തന്നെ ചെയ്യണം? ഇതിലേക്ക് ഇറങ്ങാതെ പേടിച്ച് മാറി നിൽക്കാണ്ട് എന്ത് ചെയ്യണം? ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി അതിനെ നമ്മുടെ മികച്ചതാക്കി ഒരു പോർട്ട്ഫോളിയോ മികച്ചതാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഈ നിഫ്റ്റിയൊക്കെ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാനുള്ളതാണ്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റും ഇതൊക്കെ വലിയൊരു നിലയിലേക്ക് എത്താനുള്ളതാണ്. അപ്പോൾ ആ ഒരു നിലയിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിട്ടുമാറി നിൽക്കാണ്ട് ഇതുപോലുള്ള നമ്മുടെ തെറ്റുകൾ തിരുത്തി സ്ഥിരതയാർന്ന പ്രവർത്തനം. അപ്പോൾ അത് 1-2 വർഷത്തേക്കല്ല. ഇപ്പോൾ ഈ സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ഒരു 2-3 വർഷത്തേക്കൊക്കെ ഈ ഫോം നഷ്ടപ്പെട്ട് ഇവരൊക്കെ ഫോമില്ലാണ്ട് നിൽക്കുന്ന കാലഘട്ടത്തിൽ അവർ ആ കരിയർ അങ്ങ് അവസാനിപ്പിച്ച് പോയാൽ എന്ത് സംഭവിക്കും? ഇതുപോലുള്ളൊരു മികച്ച ഒരു സ്പോർട്സ് താരം ഉണ്ടായില്ലായിരുന്നു. ഇപ്പോൾ വാരൻ ബഫറ്റ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റോക്കൊക്കെ ഞാൻ എടുക്കുന്ന സ്റ്റോക്കൊക്കെ തെറ്റിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വിട്ടുമാറിയായിരുന്നെങ്കിലോ ഇതുപോലെ വലിയൊരു ഇൻവെസ്റ്റർ ഒന്നുണ്ടായില്ല. അപ്പോൾ അവരൊക്കെ ചെയ്ത് തന്നെ അവരുടെ ആ ഫീൽഡിൽ തന്നെ തെറ്റവരെ അംഗീകരിച്ചിട്ട് ആ തെറ്റ് തിരുത്തിയിട്ട് മുന്നേറണം. അപ്പോൾ അത് ഇൻവെസ്റ്റർ എന്നോ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡർ എന്നോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം ട്രേഡർ എന്നോ സ്വിംഗ് ട്രേഡർ എന്നോ ഒന്നുമില്ല. ഏത് പ്രവൃത്തിയാണോ ആ പ്രവൃത്തിയിൽ സ്ഥിരതയാർന്ന
പ്രവൃത്തിയും അതിൻ്റെ തെറ്റുകൾ തിരുത്തി മുന്നേറുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അത് നിങ്ങൾ ഇന്നു മുതൽ തുടങ്ങുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു ബയ്യോ സെല്ലർ റെക്കമെൻഡേഷനൊന്നുമല്ല, കമ്പനികളെ പരിചയപ്പെടുത്തി കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നത്. നമസ്കാരം. താങ്ക് യു.